ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തു പാപമില്ലാത്തവനാണ്. ഈ നാളെ ഗുഡ് ഫ്രൈഡേ മനുഷ്യൻ നമ്മളെല്ലാവരും ആഘോഷിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന ദിവസം നാളെ വരികയാണ്. എന്തുകൊണ്ടാണ് അതിന് ഇംഗ്ലീഷുകാർ ഗുഡ് ഫ്രൈഡേ എന്ന് പേരിട്ടത്? നമ്മുടെ മലയാളത്തിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പേരുണ്ടെങ്കിലും ഇംഗ്ലീഷുകാർ അതിന് പേരിട്ടത് ദുഃഖവെള്ളി എന്നാണ്. കാരണം ഗുഡ് ഫ്രൈഡേ എന്നാണ്. കാരണം ക്രിസ്തുദേവൻ മരിച്ചത് ഒരു ഗുഡായിട്ടുള്ള നല്ലൊരു കോസിന് വേണ്ടിയാണ്. എന്താണ് ആ കോസ്? പാപത്തിൽ നിബന്ധിക്കപ്പെട്ടു പോയ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുവാൻ, അവൻ എങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവന്റെ മനസ്സിനെയും ചിന്തകളെയും വലിച്ചിഴയ്ക്കുന്ന ചിന്താശക്തിയിൽ നിന്നും അവന് മോചനം കൊടുക്കുവാൻ, പാപിയായി ജനിക്കുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത് പാപമില്ലാത്ത അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോയി ഒരു ആധ്യാത്മിക ചിന്തയിലേക്ക് അവന്റെ മനസ്സിനെയും അവന്റെ പ്രവൃത്തിയെയും പ്രകടനങ്ങളെയും മാറ്റി നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. അതുകൊണ്ട് തന്നെ ഗുഡ് ഫ്രൈഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാള ഭാഷയിൽ ദുഃഖവെള്ളിയാഴ്ച. വാസ്തവത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ വലിയ ആ ആചാരങ്ങളിലൂടെ ആഘോഷങ്ങളിലൊക്കെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? യഥാർത്ഥമായി മനുഷ്യന് സമാധാനം വേണമെങ്കിൽ, ഇങ്ങനെയുള്ള ആസക്തികളിൽ നിന്ന് മനുഷ്യന് മോചനം വേണമെങ്കിൽ, തീർച്ചയായിട്ടും ആ മോചനം കൊടുക്കുന്ന ആ ക്രിസ്തുദേവന്റെ പാതകളെ പിൻപറ്റിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഞാനിവിടെ ഉറക്കെ സന്നിധമായി പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കോടിക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് എല്ലാ ദിവസവും അവന്റെ മനസ്സിനും അവന്റെ ചിന്തകൾക്കും മാറ്റം വരുത്തിക്കൊണ്ട് അവന്റെ നല്ല മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രേരണ കൊടുക്കുന്ന ഒരൊറ്റ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് നിങ്ങളുടെ മദ്യാസക്തിയിൽ, നിങ്ങളുടെ ലഹരിയാസക്തിയിൽ, നിങ്ങളുടെ കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ആ യേശു ക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് മാറ്റം വരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഞങ്ങൾ പ്രസംഗിക്കുന്ന, ജീവിക്കുന്ന ക്രിസ്തുവിന് കഴിയും എന്ന് വളരെ അസന്നിഗ്ധമായി ഞാൻ ഇവിടെ നിങ്ങളോട് പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ഞങ്ങളെ നല്ല മനുഷ്യരാക്കി മാറ്റിയത് ആ ഒരു ആശയമാണ്, ആ വ്യക്തിത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, അതിൽ നിന്നൊരു പരിഹാരമുണ്ടാകുക. നിങ്ങളെല്ലാവരെയും നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ബലിയായി തീർന്ന, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായി നിൽക്കുന്ന ആ ക്രിസ്തുവിലേക്ക്, നിത്യജീവന്റെ മൊഴികൾ മാനവരാശിക്ക് പകർന്നു കൊടുത്ത, നിത്യജീവന്റെ മാർഗം മാനവരാശിയുടെ മുമ്പിൽ തെളിയിച്ചു വെച്ച, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നുവെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി എല്ലാമായി തീർന്ന ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെയും നിങ്ങളുടെ മനസ്സിനെയും ആഹ്വാനം ചെയ്തുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.